ഹായ് സർ. ഹായ് സർ, DBS നമ്മൾ പൊതുവെ പ്രായമായവരിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? എന്താണ് സാറിന് അതിനെപ്പറ്റി പറയാനുള്ളത്? ഈ DBS സർജറി ആദ്യഘട്ടങ്ങളിൽ അത് ആദ്യമായിട്ട് USFDA അപ്രൂവ് ചെയ്ത 2003 ആ ഒരു കാലഘട്ടങ്ങളിൽ ഇത് അഡ്വാൻസ്ഡ് രോഗത്തിൽ മരുന്ന് ചികിത്സ ഒട്ടും ഫലിക്കാതെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് അഡ്വൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഈ രോഗത്തിൻ്റെ ദൈർഘ്യം പലപ്പോഴും 10 വർഷത്തിന് മുകളിലായിരിക്കും. 10-12 വർഷമുള്ള രോഗികൾക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതുതായി വന്ന പഠനങ്ങളിലെല്ലാം ഇത്രയും വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് DBS സർജറിയിലേക്ക് പോകാമെന്നാണ് തെളിയിക്കുന്നത്. നമുക്ക് ഏകദേശം 4 വർഷത്തെ അസുഖത്തിൽ കൂടുതലുള്ളവർ ഗുളികയുടെ ഗുണം വരുന്നതും പോകുന്നതും കൃത്യമായിട്ട് അറിയുന്നു. ഗുളികയുടെ ഗുണം പോകുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ട്, മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യാത്ത വിറയൽ അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മരുന്ന് കൂട്ടുമ്പോൾ ഭയങ്കരമായ പുളച്ചിൽ അനുഭവപ്പെടുന്നു തുടങ്ങിയ രോഗികൾക്ക് നമുക്ക് ഈ സർജറി കൺസിഡർ ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ OPയിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് വളരെ യങ്ങായിട്ടുള്ള ആൾക്കാർക്ക് പാർക്കിൻസൺ രോഗം വരുന്നുവെന്നും അവർക്ക് മരുന്ന് കഴിച്ചാലും അവർക്ക് ജോലിക്ക് പോകാനും അവരുടെ നിത്യജീവിതത്തിലെ മറ്റു കാര്യങ്ങൾ ചെയ്യാനും ബുദ്ധിമുട്ടുള്ളതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ പാർക്കിൻസൺ രോഗത്തിൽ DBS ചികിത്സയ്ക്ക് പ്രായം ഒരു പ്രശ്നമല്ല. പ്രധാനമായും നമ്മുടെ രോഗലക്ഷണങ്ങളും ആ രോഗലക്ഷണങ്ങൾ ആ രോഗിക്ക് മരുന്നിനോട് എത്രത്തോളം പ്രതികരിക്കുന്നു എന്നുള്ളതുമാണ് പ്രധാന ലക്ഷണം. ചെറുപ്പക്കാരിൽ, അതായത് ചെറിയ പ്രായമുള്ള പാർക്കിൻസൺ രോഗികളിൽ DBS ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ അവർക്കതിൻ്റെ ദൈർഘ്യം കൂടുതൽ നാൾ അനുഭവിക്കാൻ പറ്റും. അതിൻ്റെ ഗുണഫലങ്ങൾ കൂടുതൽ കാലം അവർക്ക് അനുഭവിക്കാൻ പറ്റും. താങ്ക് യു സർ. താങ്ക് യു.